നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത ഉടൻ നീങ്ങില്ല. നെയ്യാറ്റിൻകര സമാധി കേസിലെ കല്ലറ പൊളിക്കാനുള്ള തീയതി നാളെ തീരുമാനിക്കും. പോലീസ് റിപ്പോർട്ട് ലഭിച്ച ശേഷമേ പൊളിക്കാനുള്ള തീയതി തീരുമാനിക്കുകയുള്ളൂവെന്ന് സബ് കളക്ടർ അറിയിച്ചു. നാളെ തന്നെ പൊളിക്കാനുള്ള തീയതി നിശ്ചയിക്കുമെന്നും കളക്ടർ അറിയിച്ചു. സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച ശേഷമാകും ഇനി തീയതി നിശ്ചയിക്കുക. നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ശേഷം പുതിയ തീയതി പോലീസിനെ അറിയിക്കും. പലരും വിഷയം മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നിയമവശങ്ങൾ കുടുംബത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമാകും തീരുമാനമെടുക്കുക. ഏതൊരു സ്ഥലത്തും അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇവിടെയും എടുത്തിട്ടുള്ളതെന്നും സബ് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് കല്ലറ പൊളിക്കാതിരുന്നത്. ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നും കല്ലറ എന്ന് പൊളിക്കണമെന്ന് നാളെ തീരുമാനിക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. സംഭവം മതപരമായ വിഷയമുണ്ടാക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നില്ല. ഇതിലുണ്ടായിട്ടുള്ള അസ്വാഭാവികത പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബാംഗങ്ങൾക്ക് പിന്നാലെ നാട്ടുകാരിൽ ചിലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് തൽക്കാലം ഇന്ന് കല്ലറ തുറക്കേണ്ടെന്ന് സബ് കളക്ടർ ആൽഫ്രഡ് തീരുമാനിച്ചത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു നടപടി. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ച് പ്രതിഷേധിച്ച കുടുംബത്തെ സ്ഥലത്ത് നിന്ന് നീക്കിയെങ്കിലും പിന്നീട് ചിലർ സമാധി തുറക്കുന്നതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരും തുറക്കരുതെന്ന് പറയുന്നവരും തമ്മിൽ തർക്കമുണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നതോടെയാണ് നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചത്. നെയ്യാറ്റിൻകര സമാധി കേസിലെ അസ്വാഭാവികത കണക്കിലെടുത്ത് കല്ലറ പൊളിക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് കല്ലറ പൊളിക്കാനുള്ള നീക്കങ്ങൾ നടക്കവേ കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ സ്ഥലത്ത് നാടകീയ രംഗങ്ങൾ അരങ്ങേറി. ഇതേ തുടർന്ന് സംഘർഷ സാധ്യത ഉടലെടുത്തതോടെയാണ് കല്ലറ ഉടൻ പൊളിക്കേണ്ടെന്ന തീരുമാനമുണ്ടായത്. വിഷയത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയായിരുന്നു. ഇതോടെ സബ് കളക്ടറും സംഘവും പ്രദേശത്ത് നിന്നും മടങ്ങുകയായിരുന്നു. കല്ലറ പൊളിക്കാൻ തീരുമാനമായതോടെ നാട്ടുകാരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും തമ്മിൽ തർക്കമുടലെടുത്തു. ഇരു വിഭാഗത്തെയും പോലീസ് സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടാകുകയായിരുന്നു. കല്ലറ പൊളിക്കാനായി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും കുടുംബത്തിന്റെ കൈവശമുള്ള പൂജകൾ ചെയ്യുന്ന സ്ഥലമായതിനാൽ കല്ലറ പൊളിക്കാനായി സാധിക്കില്ലെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അറ തുറക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ സ്വാമികളുടെ കുടുംബം ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. കല്ലറ തുറന്നു പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ ഉച്ചയോടെ നടന്നത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഗോവൻ സ്വാമിയുടെ ഭാര്യയും മകനും കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പിന്നാലെ ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്തെത്തി. ഇവരുടെ പരിശോധന നടക്കുമ്പോൾ ഹിന്ദു ഐക്യവേദി, BSDP എന്നീ സംഘടനാ നേതാക്കൾ സ്ഥലത്തെത്തി. സമാധി പൊളിക്കരുതെന്നും മതവികാരത്തെ അത് വ്രണപ്പെടുത്തുമെന്നും ഇവർ പറഞ്ഞു. എന്നാൽ നേതാക്കൾ പ്രദേശവാസികളല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടെ ഇരു വിഭാഗവും തമ്മിൽ തർക്കമുണ്ടായി. ഇതോടെയാണ് കുടുംബത്തിന്റെ ഭാഗം കൂടി കേൾക്കാൻ തീരുമാനമായത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് കുടുംബം അറിയിച്ചത്. ഭർത്താവ് സമാധിയായതാണെന്നും തുറക്കാൻ അനുവദിക്കില്ലെന്നും ഗോവൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞു. ക്ഷേത്രം ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിൽ. ബന്ധുക്കളാരും പരാതി നൽകിയിട്ടില്ല. ഭർത്താവ് കിടപ്പ് രോഗിയായിരുന്നില്ല, നടക്കുമായിരുന്നുവെന്നും സുലോചന പറഞ്ഞു. പിതാവിന്റെ സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് മകൻ രാജസേനന് ഭീഷണി മുഴക്കി. ഗോവൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നടന്നുപോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. എന്നാൽ ഗോവൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്. ഗോവൻ സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുണ്ട്.